ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേഷ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് കൂലിയൊക്കെ കഴിഞ്ഞ് പൂക്കളൊക്കെ പറിക്കുകയാണ് കേട്ടോ. നമുക്ക് ഭഗവാന് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് കുറേ മുല്ലപ്പൂക്കൾ കൊഴിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. കാരണം ഇന്നലെ നല്ല കാറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും, അതുപോലെ തന്നെ മഴ ഇങ്ങനെ ചാറിയൊക്കെ വന്നിരുന്നത് കൊണ്ടായിരിക്കും പൂക്കൾ കുറഞ്ഞു പോയത് കേട്ടോ. അപ്പോൾ ഞാൻ മുല്ലപ്പൂക്കൾ ഒക്കെ വെച്ചും കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഞാനാണെങ്കിൽ ലൈഫിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് വാട്ടക്കപ്പയാണ് നമ്മൾ വേവിക്കുന്നത്. നമ്മളിങ്ങനെ മൊബൈലിലൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നുള്ളൂ. എൻ്റെ കയ്യിൽ കിട്ടുന്നത് ഇപ്പോഴാണ് കേട്ടോ. നമ്മുടെ കോട്ടയത്തുള്ള ഒരു ബന്ധു തന്നതാണ് കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചും കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് വെള്ളമൊക്കെ വാറ്റിക്കളഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും വെള്ളമൊഴിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വേവിച്ചിട്ട് കാച്ചിയെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. രമേശ് ചേട്ടനാണെങ്കിൽ കപ്പാന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പം മീൻ കറി വേണം. അപ്പോൾ നമ്മൾ ഇന്നലെ വെച്ചിരുന്ന മത്തിക്കറി കൂട്ടിയിട്ടാണ് രമേശ് ചേട്ടൻ കഴിച്ചത് കേട്ടോ. ഞാൻ ചുമ്മാ അങ്ങനെ തന്നെ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അത് കൂടാതെ ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇത്തിരി പയറിട്ട് വേവിച്ചും കഴിഞ്ഞിട്ട് അതിലേക്ക് ഈ കപ്പയിട്ടും കഴിഞ്ഞിട്ട് കാച്ചിയെടുത്ത് ഒരു ഉപ്പേരിക്കറി ആയിട്ട് വെക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഇങ്ങനെ പയറിട്ടിട്ട് കാച്ചി എടുത്തിട്ടുള്ള ആ ഒരു വാട്ടക്കപ്പയാണ് കേട്ടോ. അതുപോലെ പല കോമ്പിനേഷനും ആൾക്കാർ ചെയ്യുന്നുണ്ടാവുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നല്ലതാണ്, കഞ്ഞിക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപ്പേരിക്കറിയായിട്ട് നമുക്കിങ്ങനെ ഈ വാട്ടക്കപ്പയും പയറും കൂടിയിട്ടുള്ള ആ ഒരു ഉപ്പേരി നമുക്ക് കഴിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അങ്ങനെ രമേശ് ചേട്ടന് ഓഫീസിൽ പോകേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ലഞ്ചൊക്കെ റെഡിയാക്കി രമേശ് ചേട്ടന് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മനുഷ്യർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈൽ നോക്കിയും വാച്ച് നോക്കിയും ക്ലോക്ക് നോക്കിയൊക്കെ വേണം ടൈം കണ്ടെത്താനായിട്ട് കേട്ടോ. പക്ഷേ നമ്മുടെ പൂച്ചക്കുട്ടൻ മൗഗ്ലിക്കുട്ടനൊക്കെ കറക്റ്റായിട്ട് ഒന്നും നോക്കാതെ തന്നെ ആ ടൈമൊക്കെ അറിയാം. കാരണം വണ്ടി ഇവിടെ നിന്ന് ഇറക്കുന്നതിന് മുൻപേ തന്നെ അവൻ്റെ ആ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് രമേശ് ചേട്ടൻ തിരിച്ചു വരുന്ന ആ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നോക്കി ഗേറ്റിൻ്റെ അവിടെ കിടക്കും കേട്ടോ. മഴയുണ്ടെന്നുണ്ടെങ്കിൽ കാറിൻ്റെ മുകളിലായിരിക്കും കിടക്കുക. മഴ ഉണ്ടായാലും ഓടി ചെല്ലും കേട്ടോ ഗേറ്റിൻ്റെ അവിടേക്ക്. അത്രയ്ക്ക് സ്നേഹമാണ് മൃഗങ്ങൾക്കും. അപ്പോൾ ആ ടൈമൊക്കെ കറക്റ്റായിട്ട് അറിയാം കേട്ടോ. അപ്പോൾ ഈ ഓപ്പോസിറ്റ് പറമ്പിലാണെങ്കിൽ നിറച്ചിങ്ങനെ പ്ലാവിൽ വീണ് കിടക്കുക കേട്ടോ. എനിക്ക് അതിലിങ്ങനെ ചവിട്ടി അടക്കുമ്പോൾ കിരുകിരാന്നുള്ള സൗണ്ട് കേൾക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മൗഗ്ലിക്കുട്ടനും എന്നോടൊപ്പം വീട്ടിലേക്കൊക്കെ കയറി വന്ന് മാവിൻ്റെ ചൂട്ടിലൊക്കെ മാങ്ങ വീണിട്ടുണ്ടോ എന്ന് നോക്കാൻ കണ്ടാണ് അവൻ്റെ. അപ്പോൾ നമ്മൾ ഇന്നലെ കുഴിച്ചിട്ട തൈകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഭദ്രമായിട്ട് നിൽക്കുന്നുണ്ട്. നിൽക്കും സംഘം ഒന്നും കണ്ടിട്ടില്ല. തണ്ണിമത്തൻ തൈയാണ് നമ്മൾ വെച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ 3-4 ദിവസം കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുറച്ച് വളമൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ അത് വെച്ചല്ലേ ഉള്ളൂ, വേരൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. വെറുതെ ചാരം ചിഞ്ഞി ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. 3-4 ദിവസം കഴിഞ്ഞിട്ട് വേണം നല്ലപോലെ വളമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിനൊന്ന് വലുതാക്കി എടുക്കാൻ പറ്റുമോയെന്നൊന്ന് നോക്കണമല്ലോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മൾ വെണ്ട തൈകളും അതുപോലെ തന്നെ വെള്ളരിയും വെച്ചിരുന്നു. കണ്ട മഞ്ഞ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ വിഷു എത്തിയെന്ന് തോന്നാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ഓലത്തുമ്പ് എടുത്തും കഴിഞ്ഞിട്ട് കിണറിൻ്റെ മുകളിലേക്ക് ചാരി വെച്ച് കൊടുത്തിരിക്കുകയാണ്. അതിലേ പടരട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഇനി നമ്മുടെ മുറ്റത്തിൻ്റെ റൈറ്റ് സൈഡിലായിട്ടും ഞാനിങ്ങനെ വെള്ളരി തൈകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതും അതെ, ഇന്നേ ദിവസം തന്നെയാണ് പൂവിട്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ 2 തൈകൾ പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ പച്ചച്ചീരയുടെ തൈകൾ മുളപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലാണെങ്കിൽ തിങ്ങി നിറഞ്ഞാണ് വലുതാവുന്നത്. അവിടെ നിന്ന് കുറച്ച് തൈകൾ പറിച്ചും കഴിഞ്ഞിട്ട് ഈ ഒരു തോട് കീറിയ ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് ഇത്തിരിയും കൂടി നല്ല രീതിക്ക് തന്നെ വളരുമല്ലോ. അപ്പോൾ അല്ലാതെ എല്ലാം കൂടെ ഗ്രോ ബാഗിൽ കുത്തി നിറഞ്ഞങ്ങോട്ട് നിൽക്കുമ്പോൾ എന്താ പറയുക, ഒന്നും തന്നെ ഇലയ്ക്ക് വലിപ്പമൊന്നും വെക്കാനായിട്ട് വഴിയില്ല. അതുകൊണ്ട് ഈ തോടിൽ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ അതും കൂടി കുത്തി കൊടുത്തു കേട്ടോ. ഒരു ദിവസം നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി കേട്ടോ. എന്തെങ്കിലും പച്ചക്കറി തൈകളൊക്കെ നടാനോ അല്ലെങ്കിൽ കുറച്ച് വിത്തുകളൊക്കെ ഇടാനോ അങ്ങനെയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെന്നും നമുക്ക് പുതിയ പുതിയ പച്ചക്കറി തൈകൾ വെക്കാനും അതുപോലെ തന്നെ ഇതൊക്കെ വിളവ് തരുമ്പോൾ നമുക്ക് പുതുതായിട്ട് ഓരോന്ന് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പം അതിനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. നമ്മുടെ വിക്കിക്കുട്ടൻ കിടക്കണ കിടപ്പോക്കി പാവക്കുട്ടി കിടക്കുന്ന പോലെയാണ് കേട്ടോ. ഇത് ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത്. നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മാനൊക്കെ ഇരുണ്ട് വരുന്നുണ്ട്. ഇതൊന്നും
ഒന്നും അറിയാതെ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴിമക്കളെ കഴിച്ച് വിട്ടിട്ടുണ്ടായി, അവരൊക്കെ അതിലെ നടക്കുന്നുണ്ട്. അപ്പം ഞാനുണ്ടല്ലോ ചായല വാങ്ങിയപ്പോൾ ഈ ഒരു ചെറിയ കുട്ടി പാക്കും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര കടുപ്പായിരുന്നു കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ പേര് ഗോൾഡ് എന്നങ്ങാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് ഇട്ടപ്പോൾ അതേ നല്ല ഓറഞ്ച് നിറത്തിലായിക്കാണ് ചായ കേട്ടോ. ഇത്രയും ഇടണ്ടേന്നില്ല എന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ സാമ്പിൾ പാക്കറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ അടിപൊളിയാവാറുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഉച്ച തിരിഞ്ഞുള്ള ചായക്ക് ഈ കളറായിക്കാണ് ചായ. ആ ചായക്ക് കടി നമ്മുടെ വാട്ടക്കപ്പിയും പയറും കൂടിയിട്ട് ഉള്ള ഉപ്പേരിയാണ് കഴിക്കുന്നത് കേട്ടോ. പിന്നെയുണ്ടല്ലോ ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ ജനൽ തുറന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടില്ലേ നമ്മുടെ കോഴിമക്കളെ അയച്ചു വിട്ടേക്കണ കാരണം അവരിങ്ങനെ ഇതിലേ നടക്കുന്ന നിൽക്കുവാണ്. ഓരോരോ സ്ഥലങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ഇവിടെ നമുക്ക് ചിക്കിച്ചകഞ്ഞ് നിൽക്കാം എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ നനച്ചിരുന്നല്ല, അപ്പോൾ നല്ല നനവായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചിക്കിപ്പരത്തി നടക്കുകയാണ് കേട്ടോ. ഇരുമ്പമ്പുളിയിലാണെങ്കിൽ നിറയെ ഇരുമ്പമ്പുളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ എന്തോ ഒരു നല്ലൊരു സന്തോഷമൊക്കെ തോന്നാണ് കേട്ടോ. ഇനി അവിടുത്തെ ചിക്കിച്ചകയിൽ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇങ്ങനെ നമ്മുടെ വീട് റൗണ്ട് ചെയ്തിട്ട് അവർ ആദ്യമേ വരും. അപ്പോൾ കുറച്ച് നെല്ല് ഇവിടെ എത്തുമ്പോൾ അവർ നിൽക്കും. അപ്പോൾ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നെല്ല്, പിന്നെ എപ്പോഴാണോ ഇതുപോലെ നടന്നു കഴിഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ ഇത്തിരി അരി, അങ്ങനെയൊക്കെ മാറ്റി മറിച്ചൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞൊരു ഉഷാറൊക്കെ ആയപ്പോൾ നമ്മൾ കുറേ മുൻപായിട്ട് തന്നെ രമേശേട്ടൻ്റെ കുറച്ച് ഷർട്ടൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ലിക്വിഡ് സോപ്പിലൊക്കെ നമ്മൾ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇനി അത് ഒന്ന് കഴുകിയിടാം. നല്ല മഴക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഇതൊന്ന് കുത്തിത്തിരുമ്പിയൊക്കെ ഇടാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിലും അതായത് നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കാരൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ്. അയ്യോ മഴ പെയ്യുന്നതിന് മുൻപായിട്ട് ആ ജോലി കഴിക്കണം ഈ ജോലി കഴിക്കണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ട് ഒരു തിക്ക് തിരക്ക് കൂട്ടില്ല. എല്ലാ നാട്ടിനും പുറത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിലാണെങ്കിൽ അവർ കുറച്ച് വിറകുകളൊക്കെ മുറ്റത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തട്ടിക്കുടഞ്ഞെടുത്ത് ഒതുക്കി വെക്കുന്ന ആ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പുറത്താണെങ്കിൽ അഫീലേക്കാണെങ്കിലും അവരുടെ ഡ്രസ്സുകളൊക്കെ എടുത്ത് വേഗം വെക്കുകയാണ് കേട്ടോ. അയ്യോ ഇപ്പോൾ മഴ പെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ എന്തെങ്കിലും മടി പിടിച്ചിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്രകൃതി തന്നെ നമ്മൾ ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മഴക്കാരൊക്കെ ആയിട്ട് വരണേന്ന് എനിക്ക് തോന്നാണ് കേട്ടോ. അപ്പോൾ ഏതൊരാളായാലും അങ്ങനെ അലസായിട്ടിരിക്കില്ല. മഴ വരുന്നതിന് മുൻപ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് ചെയ്യാനായിട്ട് കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വേണമല്ലോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര മടിയന്മാരായിട്ട് മാറൂലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉഷാറായിട്ട് വേഗം ജോലികളൊക്കെ കഴിക്കാനായിട്ട് തോന്നാണ് കേട്ടോ. നമുക്ക് കുറച്ച് നാൾ മുൻപ് ഗ്രോ ബാഗിൽ വെണ്ടക്കായൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മൂത്ത 1-2 എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ മഴ 1-2 ദിവസം പെയ്ത് ഇങ്ങനെ നമ്മുടെ ഭൂമിയൊക്കെ തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഞാനത് പാകാറ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും അതൊക്കെ ഒന്ന് പാവി ഇടണം എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മഴക്കാർ കണ്ടതുകൊണ്ട് മനസ്സിലേക്ക് ഓടി വരുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയും ഏതെങ്കിലും ചെപ്പിലൊക്കെ എന്തെങ്കിലും വിത്തുകൾ വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ ഓർക്കാണ് കേട്ടോ. അതൊക്കെ ഒന്നും കൂടി ഒന്ന് ചെന്ന് നോക്കി തപ്പിയൊക്കെ എടുക്കണം. എന്നിട്ട് വേണം അതൊക്കെ ഒന്ന് നമുക്ക് പാകിയൊക്കെ ഇടാനായിട്ട് കേട്ടോ. ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഒന്ന് മഴ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ ചൂടിനൊരു ആശ്വാസമായി. അതുപോലെ നമുക്ക് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ വേഗം ഷർട്ടുകളൊക്കെ വിരിക്കുകയാണ് കേട്ടോ. ഒന്ന് നല്ല കാറ്റുള്ളത് കൊണ്ട് തന്നെ ഒന്ന് ആ വെള്ളം ഒന്ന് തുറന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അതൊക്കെ മാറ്റിയിടാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നടക്കുന്നതിനനുസരിച്ച് വിക്കിക്കൂട്ടനെ അപ്പുറത്തുനിന്ന് എഴുന്നേറ്റ് ഇവിടെ വന്ന് ഇങ്ങനെ നോക്കി കിടക്കുന്നുണ്ട് കേട്ടോ. എന്തെന്നാണാവോ ഞാൻ ഈ ചെയ്യണേന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കലങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ വിക്കി വേഗം അവിടെ വന്നും കഴിഞ്ഞിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ മൗഗ്ലിയാണെങ്കിൽ ഈ സമയത്ത് നല്ല ഉറക്കമാണ് കേട്ടോ. അവനിനി മഴ പെയ്തിട്ടേ അവിടെ നിന്ന് കണ്ണ് തുറന്ന് വരുള്ളൂ എന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഞാനുണ്ടല്ലോ ചാരം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കലവും അതുപോലെ തന്നെ ഇഡ്ഡലി ചെമ്പൊക്കെ ഒന്ന് തേച്ചെടുക്കുകയാണ് കേട്ടോ. അലുമിനിയ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് ഏറ്റവും നല്ലത് ചാരം തന്നെയാണല്ലോ. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇരുന്നും കഴിഞ്ഞിട്ട് ഇങ്ങനെ തോന്നും കേട്ടോ എനിക്ക് ഇഡ്ഡലി ചെമ്പിനൊന്നും അത്ര നിറം പോരാ, മറ്റേ സോപ്പ് ലിക്വിഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കഴുകുന്ന പോലെയല്ല ചാരം കൂടി തേച്ച് വെച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഉരച്ച് കഴുകിയാലാണ് നല്ലൊരു കളർ വരുള്ളൂ എന്നൊക്കെ എനിക്ക് തോന്നും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനത്തെ സ്വഭാവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ.
അപ്പോൾ ഇന്ന് ആടിപ്പാടി ഇരുന്നിട്ടല്ല കേട്ടോ ഇതൊക്കെ തേക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എപ്പം വേണമെങ്കിലും മഴ പൊട്ടി വീഴാന്നുള്ളത് കൊണ്ട് തന്നെ പരമാവധി സ്പീഡിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചിലർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിയൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ വളരെ സ്ലോവിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആയും പോലെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരാണെങ്കിൽ പോലും മഴക്കാരൊക്കെ കാണുമ്പോൾ കുറച്ച് സ്പീഡൊക്കെ കൂട്ടി തന്നെ നമ്മൾ ചെയ്യൂലേ. അപ്പോൾ ഇതാ ചാരം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കഴുകുമ്പോൾ നല്ലൊരു പളപള മിന്നലൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഒന്ന് അലക്കല്ലുമേക്കൊന്ന് വെച്ചിട്ട് ആ സമയത്ത് നമുക്ക് ഈ ഷർട്ടുകളൊക്കെ ഇവിടെ നിന്ന് മാറ്റിയിടാം. അതിന് ശേഷം നമുക്ക് പാത്രങ്ങളും കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അകത്ത് വയ്ക്കാം. ഈ ഒരു സമയത്താണെങ്കിൽ മുത്തും ചിഞ്ചും കൂടി വീഡിയോ കോൾ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞ് അവരോട് പറഞ്ഞു മഴ വരാൻ നിൽക്കുകയാണ്, അമ്മ വേഗം ജോലികളൊക്കെ കഴിക്കുകയാണ്, ഇത് കഴിഞ്ഞിട്ട് വിളിച്ചോളാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർ ശരിയെന്ന് പറഞ്ഞു കേട്ടോ. നമുക്കാണ് ഇവിടെ മഴയൊക്കെ കിട്ടാനായിട്ട് വളരെ താമസമൊക്കെ ഉള്ളത് അല്ലേ. എത്ര നാൾ കാത്തിരുന്നിട്ടൊക്കെയാണ് ഇപ്പോൾ ഒന്ന് മഴ വരുന്നത്. ഇപ്പോഴും ചില കൂട്ടുകാർ പറയുന്നുണ്ട് അവരുടെയൊക്കെ സ്ഥലത്തൊക്കെ ഒന്ന് ചാറിയിട്ടുള്ളൂ, ശരിക്കും പെയ്തിട്ടില്ല എന്നൊക്കെ. അപ്പോൾ നമുക്ക് ശരിക്കും നല്ല മഴ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് അത്ര കാര്യമായില്ല മഴ, പക്ഷേ ഇന്നത്തെ മഴ നല്ല കനക്കുന്നത് തന്നെയാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ മുത്തും ചിഞ്ചൊക്കെ എപ്പോഴും പറയും കേട്ടോ, അവിടെയൊക്കെ ലണ്ടനിലായാലും ജർമ്മനിയിലായാലും മിക്ക ദിവസവും മഴയൊക്കെ പെയ്യും, മഞ്ഞ് മാത്രമല്ല മഴയും ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെനിക്ക് വീഡിയോ കോളൊക്കെ വിളിച്ച് കാണിച്ചു തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉഷ്ണിച്ചുകൊണ്ട് പറയും ഓഫ് ഇതൊക്കെ ഇവിടെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നമുക്ക് മഴ പെയ്തില്ലെങ്കിൽ പോലും മഴക്കാരൊക്കെ വന്നു കഴിഞ്ഞ് ഒരു കാറ്റൊക്കെ അടിക്കുമ്പോൾ തന്നെ നല്ലൊരു വെള്ളത്തിൻ്റെ ഒരു തണുപ്പൊക്കെയാണ് നമുക്ക് തോന്നാട്ടോ. എന്തൊരു ആശ്വാസമാണ് തോന്നുന്നത്. അങ്ങനെ ഇതാ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അപ്പോഴേക്കും മാനത്തേക്ക് ഒന്ന് നോക്കി ഇതേ ആനക്കുട്ടന്മാർ നിരന്ന് നിൽക്കുന്ന പോലത്തെ ഒരു മഴക്കാറാണ് വന്ന് നിൽക്കുന്നത്. അതുകൂടാതെ നല്ല കാറ്റ് വീശാനുള്ള പുറപ്പാടും കൂടിയാണ് കേട്ടോ. ഇനി കാറ്റ് വീശും കഴിഞ്ഞ് മഴക്കാരനെ കൊണ്ടുപോവാതിരുന്നാൽ മതി, എന്തായാലും പെയ്തോട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രാർത്ഥന കേട്ടോ. ഇങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴേക്കും വല്ലാത്ത ഇടിവെട്ടും മിന്നലൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇന്നലെയാണെങ്കിൽ ടി വിയിൽ ഒരുപാട് ന്യൂസ് കണ്ടല്ലോ, ഇങ്ങനെ ഇടിമിന്നലേറ്റ് മരിച്ചതും ഇതൊക്കെ. അത് കാരണം ഒരു പേടിയുണ്ട്. വേഗം കോഴിമക്കളെ അങ്ങോട്ട് കൂട്ടിലേക്ക് കയറ്റിയിട്ട് നമുക്ക് കോഴിക്കൂടൊക്കെ അടച്ചും കഴിഞ്ഞിട്ട് വീടിനുള്ളിൽ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ മഴ തൂളി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വിക്കി എവിടെ നിന്ന് ഈ വെള്ളം വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ നിന്നൊന്ന് മുകളിലേക്കൊക്കെ നോക്കി. മുഖത്ത് വെള്ളം വീണപ്പോൾ പിന്നെ ഓടി വന്നു കഴിഞ്ഞ് കാറിൻ്റെ മുകളിൽ കയറി കിടക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതാ മഴ പെയ്തു തുടങ്ങിയപ്പോഴേക്കും ആൾക്കാർ കുടയൊക്കെ ആയിട്ട് റോഡിലൂടെ പോകുന്നുണ്ട്. മഴയ്ക്ക് ഇത്തിരി സ്പീഡൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ജോലികളൊക്കെ ഒതുക്കിയും കഴിഞ്ഞ് രമേശേട്ടനെ കാത്തിരിക്കണം. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, മൗഗ്ലിക്കുട്ടനെയും വിക്കിയും ഒക്കെ റോഡിലേക്ക് നോക്കി തന്നെയാണ് ഈ കിടപ്പ് കേട്ടോ. അപ്പോൾ ഇതാ വലിയ ഇടിവെട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ. കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത് കേട്ടോ. ഇനി മറ്റ് ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.